എനിക്ക് ആദ്യം തന്നെ ചേട്ടൻ്റെ അടുത്താണ് ചോദ്യം ചോദിക്കേണ്ടത്. എല്ലാവരും എന്റെ നെഞ്ചത്തേക്ക് കയറണം. ഉണ്ടാണ് ഞാൻ ചോദിച്ചത്. താങ്ക് യു. എനിക്കറിയേണ്ടത് ചേട്ടന് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എത്ര എണ്ണം കിട്ടിക്കാണും? എണ്ണം തെറ്റിപ്പോയി. നീ ഇപ്പൊ ചോദിച്ചു. കോഴിയാണോ? അല്ല. സാറിന് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടിയിട്ടുണ്ട്. ആ, മനസ്സിലായില്ലേ? ആ, സാറിന് അറിയാലോ ഈ പ്രായം എന്നൊക്കെ വെച്ചാൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പെണ്ണെ കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല എന്നത്. സാറിനറിയാലോ ഈ പ്രായം എന്നൊക്കെ വെച്ചാൽ പ്രേമിച്ചടക്കണ്ടല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനാണെങ്കിൽ അവൻ്റെ ഒരു ക്രഷ് ഉണ്ട്. അപ്പം അവളുടെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് ഔട്ടിങ്ങും പോവാം, നമുക്ക് രണ്ടുപേർക്കും ഔട്ടിങ്ങിന് പോവാം, എനിക്ക് താല്പര്യമുണ്ട് വരാൻ. അപ്പം അവള് ഒന്നെ തന്നെ നോ എന്ന് പറഞ്ഞപ്പോൾ ഇവനൊന്ന് പറഞ്ഞു ഇവന് ഡിപ്രഷനായെന്ന്. അപ്പോൾ ഇവൻ മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കപ്പ് ആവുന്ന ഒരു ഡിപ്രഷനാവും, പിന്നെ സൂയിസൈഡ് തോട്ട്സ് ഒക്കെ വരും. അപ്പോൾ എനിക്ക് അറിയാനെന്താ വെച്ചാൽ ഈ സൂയിസൈഡ് തോട്ട്സും ഡിപ്രഷനൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഓരോ കളികളല്ലേ. സോ ഈ നെഗറ്റീവ് തോട്ട്സിനൊക്കെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു. ഓക്കെ, ആളുടെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. ഇപ്പൊ ആള് തുടങ്ങി എവിടെയാണ്? തേപ്പിൽ തുടങ്ങി, പിന്നെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞല്ലേ. ഓക്കെ, ഞാൻ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് മൈൻഡിന്റെ റീപ്രോഗ്രാമിങ്ങിനാണ്. അപ്പം ഞാൻ ഹിപ്നോസിസ് ബേസ് ചെയ്ത് പറയാം. ഒരാൾ തെറാപ്പിക്ക് വരുമ്പോൾ അയാളുടെ സബ് കോൺഷ്യസിലുള്ള ഈ തോട്ട്സ്, ഓക്കെ, ഒരു മെഡിസിനിൽ നമ്മൾ ഈ ട്രാൻസ് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. പക്ഷെ ചോദ്യം ഇതായിരുന്നു, അതായത് നമുക്ക് ഈ തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം അല്ലേ. നിങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിന്റെ കൺട്രോളിലാണോ അതോ നിങ്ങളാണോ ബ്രെയിനിന്റെ മാസ്റ്റർ? ഓക്കെ, ഞാൻ ഇതിന് മുമ്പിൽ ചോദിച്ച ചോദ്യമായിട്ട് ബന്ധമുണ്ട്. ഒരു സൂസൈഡ് തോട്ട് എപ്പോഴായിരിക്കും ഉണ്ടാവുക? ബ്രെയിൻ നമ്മളോട് പറയാണ്, എടാ ഇങ്ങനെ സംഭവിച്ചു, ഇനി ജീവിച്ചെടുത്തിട്ട് കാര്യമുണ്ടോ, പോയി ചെയ്യ്. അപ്പം നിങ്ങളുടെ മാസ്റ്റർ ആരാ? നിങ്ങളുടെ മാസ്റ്റർ ആരാ? ബ്രെയിൻ. ഇതിനെ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? ടു ടേക്ക് ചാർജ് ഓഫ് യുവർ മൈൻഡ്, യുവർ ബ്രെയിൻ, യുവർ തോട്ട്സ് അല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന്റെ മാസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുക. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വളരെ രണ്ടും സിമ്പിൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ വലിച്ചു കയറ്റുന്ന എന്താണ്? ശ്വാസം എന്തൊക്കെയാണുള്ളത്? ശ്വാസത്തിൽ എന്താ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ വലിച്ചു കയറ്റുന്ന? ഓക്സിജൻ. പ്ലാന്റ്സ് എന്താണ് വലിച്ചു കയറ്റുക? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാരാ പഠിപ്പിച്ചത്? അല്ല, ചോദിച്ചത് ആരാ പഠിപ്പിച്ചത്? സ്കൂളിൽ പഠിച്ചതാണല്ലേ. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. 100 മീറ്റർ ഓടുന്ന ആൾക്കാരുണ്ടോ? ഇല്ലേ. ഒരു സ്ട്രെസ്സിൽ വരുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാം. സ്ട്രെസ്സിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീതിങ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ 100 മീറ്റർ ഓടി, ഞാൻ ഈ കാണിക്കുന്ന ഇതായിരിക്കത്തില്ല 100 മീറ്റർ കഴിയുമ്പം. കാരണം എന്താണ്? ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണ് ഓക്സിജൻ അല്ലേ. ബ്രെയിനിന്റെ മെയിൻ ഫുഡാണ് ഓക്സിജൻ. ഓൾമോസ്റ്റ് 3/4 ഓഫ് നമ്മൾ കഴിക്കുന്ന എല്ലാം ബ്രെയിൻ ആണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ബേസിക്കലി ഓക്സിജൻ മുഴുവൻ ബ്രെയിൻ എപ്പോഴും ഓക്സിജൻ വേണം. ഓക്സിജൻ ബ്രെയിനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എന്താ? ഓക്സിജൻ ആണോ? ഈ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ഉള്ള എന്താ? നൈട്രജൻ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വലിച്ചു കയറ്റുന്നത് എന്താ? നൈട്രജൻ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, ഈ നൈട്രജൻ നമ്മുടെ മൂക്കിലൂടെ കയറുമ്പോൾ ഓക്സിജനായിട്ട് എന്താവും? മിക്സ് ആവും. എന്നിട്ട് എന്താവും? നൈട്രസ് ഓക്സൈഡ്. എന്താണ് നൈട്രസ് ഓക്സൈഡ്? നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം. നൈട്രസ് ഓക്സൈഡ് ഈസ് ലാഫിംഗ് ഗ്യാസ്. അതായത് ഈ റൂമിലേക്ക് കുറേ നൈട്രജൻ ഓക്സൈഡ് ഇങ്ങനെ അടിച്ചെടുത്താൽ നമ്മളെല്ലാം കക്കാന്ന് ചിരിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് ഈ നന്നായിട്ട് മെഡിറ്റേഷനിലൊക്കെ സംഭവം എല്ലാ ഹീലിംഗ് ടെക്നിക്സിൽ നിങ്ങൾ നോക്കിയാണ്, നിങ്ങൾ ഇരിക്കുക, ശ്വാസം എടുക്കുക, എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ നൈട്രസ് ഓക്സൈഡ് ചെല്ലുമ്പോൾ ഈ ലാഫിംഗ് ഗ്യാസ് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആവുകയാണ് അല്ലേ. ഒരു എക്സാമ്പിൾ എടുത്ത് തരാം. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങുന്നു. കറക്റ്റ് 9 മണിക്ക് ക്ലാസ് ആണ്. നിങ്ങൾ എഴുന്നേറ്റപ്പം 8:45. നിങ്ങൾ പെട്ടെന്ന് യൂണിഫോം ഇടുന്ന സ്ട്രെസ്സിലാണ്. ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാണും. മൊബൈൽ ഫോൺ, ID കാർഡ്, നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം തപ്പും. അപ്പോൾ ബ്രെയിൻ സ്ട്രെസ്സിലാണ്. നിങ്ങൾക്ക് അത് ഒരിക്കലും കാണാൻ പറ്റില്ല ഇല്ലേ. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ATM കാർഡ് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ നീ വാ ഇരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ശ്വാസം എടുക്കുക, സമാധാനമായിട്ട് ആലോചിക്കുക. അപ്പം നിങ്ങൾ അയ്യോ ഇന്നലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ
അപ്പൊ നിങ്ങൾ ആ തോട്ട് നിങ്ങൾക്ക് എങ്ങനെയാ വന്നത്? നിങ്ങൾ ഇരുന്ന് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആയത്. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ആൻസർ ചെയ്യുന്നു. ഒരു ക്വസ്റ്റിന് നമ്മുടെ ബ്രെയിൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ക്വസ്റ്റിന് 24 to 28 ആൻസേഴ്സ് ബ്രെയിൻ തരുമെന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് നൈട്രജൻ ആണ്, പക്ഷെ അത് ഓക്സിജൻ ആണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നൈട്രസ് ഓക്സൈഡ് ആയിട്ട് ചെല്ലുമ്പോൾ ബ്രെയിൻ റിലാക്സ്ഡ് ആവുന്നു. പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് ഓക്കെ, പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജൻ ആട്ടോ, അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ അല്ലേ? പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന ഒരേ സമയത്തേ ഉള്ളൂ. അത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിൽ നടക്കുമ്പോൾ മാത്രം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തുവരും. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രീത്തിങ് ഒരു ഭയങ്കര ടെക്നിക്കാണ്, അല്ലേ? ബ്രീത്ത് ചെയ്യുമ്പോൾ പല ടൈപ്പിലെ ബ്രീത്തിങ് ഉണ്ട്. 6-3-6 ബ്രീത്തിങ് ഉണ്ട്, 4-2-4 ബ്രീത്തിങ്. വേറെ ഒന്നുമല്ല, നമ്മൾ 6 സെക്കൻഡ്സ് വരെ 1 2 3 4 5 6 ഫുൾ ബ്രെയിൻ ഓക്സിജൻ ആവുന്നു. 3 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് 1 2 3 4 5 6. അപ്പോൾ 6-3-6 എന്നുള്ളൊരു ടെക്നിക്ക് ഞാനിപ്പം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം നമ്മൾ ഫുൾ ഓക്സിജനേറ്റഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യും, അല്ലേ? 3 സെക്കൻഡ്സ് സ്ട്രെസ് ഹോൾഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര വിഷമിച്ച് നിങ്ങളൊരു ഈവനിങ് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വന്നു. പക്ഷെ നിങ്ങളൊരു ഫ്രണ്ടിനോടോ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ട് തൽക്കാലം നിങ്ങൾ കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേക്കും നിങ്ങൾ ആലോചിക്കും, ഷോ ഇന്നലെ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ആലോചിച്ചത്? അങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്തായി? റിലാക്സ്ഡ് ആയി. സോ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ചാർജിലെടുക്കുമ്പം ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ബ്രെയിൻ ഈസ് ദ ബെസ്റ്റ് തിങ്. അതിനെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.